ഇത് 2 MB നമുക്ക് ഓഫറിൽ കൊടുക്കാം. ഇതുവരെ 290 ചോദിച്ചാൽ നോക്കണ്ട. 2,80,000 ഓൺ ഓഫർ ചെറിയ കായ്ക്ക് കൊടുക്കട്ടോ. എല്ലാ സെറ്റപ്പും ഇല്ല വണ്ടി. 1,400 റുപ്യ CNG. 60,000 റുപ്യ എടുത്ത് CNG കയറ്റിയ വണ്ടിയാണ്. 345 ഓൺ ഓഫർ. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. അത് വേണേ ചെറിയൊരു മാറ്റം വരുത്തി കൊടുക്കാം. ലോൺ നമുക്കൊരു 3 റുപ്യ എടുക്കാം. നമുക്കൊരു 48 റുപ്യ ചോദിക്കണം AC വണ്ടി. AC വണ്ടിക്ക് 46,000 26 ഉണ്ട് 25 മാറ്റിയാളൊക്കെ ഉണ്ട്. ഓൺ ഓഫറിൽ 3,15,000 റുപ്യ കൊടുക്കാം. 16 മോഡൽ 17 രജിസ്ട്രേഷൻ വണ്ടി 3,15,000 മൈലേജിന്റെ ഉണ്ട്. അത് നമുക്ക് 2,10,000 റുപ്യ ചോദിക്കുന്നത്. ഓൺ ഓഫറിൽ എന്തെങ്കിലും ചെറുതായിട്ട് അത് വേണമെങ്കിൽ ചിലപ്പോൾ അവന് കുറക്കും. 100 റുപ്യക്ക് പെട്രോൾ വണ്ടി ഇത് കൊടുക്കാം. 1 ലക്ഷം വണ്ടിക്ക് കുറച്ച് കൊടുക്കാം. അതെ, ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുള്ള് വെറും 1.5 റുപ്യ. 1.5 റുപ്യ 10 മോഡൽ ചോദിക്കുന്നത് കുറച്ച് കൊടുക്കാം. സ്പോർട്സ് വണ്ടി ലോൺ നമുക്ക് ഏകദേശം 1 റുപ്യാന്റെ നെറൂല് നമുക്ക് ചെയ്തു. നമ്മളങ്ങനെ ഏകദേശം ഒരു 2.5 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും മലപ്പുറം പാണായുള്ള മലപ്പുറം മോട്ടോഴ്സിലെ വീണ്ടെത്തിക്കൊണ്ട് കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയിക്കണം. 2 പാർട്ട് വീഡിയോ വരും. ഏകദേശം ഒരു 10-25,000 മുതലാണ് മാരുതി സെന്നുകൾ സ്റ്റാർട്ടിംഗ്. ഒരു 30,000 രൂപ മാരുതി 800കളുണ്ട്, 38,000 മാരുതി 800 ഉണ്ട്, ഏകദേശം ഒരു 10ഓളം മാരുതി 800കളുണ്ട്. അൾട്ടോളൊക്കെ ഏകദേശം 50,000 മുതൽ തുടങ്ങുന്നുണ്ട്. 1.5 ലക്ഷം രൂപയൊക്കെ സ്വിഫ്റ്റുകളുണ്ട്. 280 മുതലാണ് ഇന്നോവ 7 സീറ്റ് വണ്ടികൾ കൊടുക്കുന്നുണ്ട്. ഫുൾ വണ്ടികൾ കുറെ നമ്മുടെ കോളില് സുനീർക്കുന്ന വീഡിയോയിലേക്ക് സ്വാഗതം. സുഖല്ലേ? ലൊക്കേഷൻ പറഞ്ഞത് മഞ്ചേരി മലപ്പുറം റോഡ് പാണായി. മഞ്ചേരിന്ന് വരാണെങ്കിൽ 5 കിലോമീറ്റർ, മലപ്പുറത്ത് വരാണ് 5 കിലോമീറ്റർ. ആനക്കയത്ത് വേറെ മലപ്പുറം റോഡിന് വരണം. മഞ്ചേരി റോഡിന് മഞ്ചേരി 5 കിലോമീറ്റർ. പെരുന്തൽമണ്ണ വരികയാണെങ്കിൽ ആനക്കയത്ത് നേരെ മലപ്പുറം കിലോമീറ്റർ. ലൊക്കേഷനിൽ ഗൂഗിൾ അടിച്ചാൽ കിട്ടും. ഗൂഗിൾ അടിച്ചാൽ കിട്ടും. ചിലവർ മാറി പോലുണ്ട്. അപ്പൊ അതുകൊണ്ട് മഞ്ചേരി മലപ്പുറം എത്തിയിട്ട് വിളിച്ചാണെങ്കിൽ ലൊക്കേഷൻ മുട്ടെടുക്കും. അപ്പൊ പിന്നെ വല്ല പാക്കൂല. നമ്മളെ സ്കൂട്ടറിൽ മെയിൻ റോഡ് ബസ് ഇറങ്ങണം. നമ്മളെ കടന്റെ മുമ്പിലാണ്. വണ്ടി എടുത്താണ് പോയാൽ മതി. അത്ര മാത്രമേ ഉള്ളൂ. മേജർ ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ലോസ് എല്ലാം ഗ്യാരണ്ടി എഴുതി ഒപ്പിട്ടെടുക്കും. വർഷോപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ചിലപ്പോൾ ഫോൺ വിളിച്ചാൽ ബുദ്ധിമുട്ടാണ്. വാട്സപ്പിൽ ഒരു മെസ്സേജ്, അതായത് കസ്റ്റമർ ഉണ്ടെങ്കിൽ ഫോൺ ചിലപ്പോൾ ചെറിയ ഉണ്ടാവും. അപ്പൊ വേറെ നമ്പർ അടിച്ചാൽ മതി. അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഒരായിട്ടാ മതി. എന്താ വണ്ടി എന്നുള്ളത് രാത്രി മെസ്സേജ് കൊടുക്കും. റിപ്ലൈ എന്തായാലും കിട്ടും. നമ്മളെ റിപ്ലൈ തന്നിട്ടാ ഉറങ്ങുള്ളൂ. അത്ര ഗ്യാരണ്ടിയാണ്. ഇവിടെ 3-4 നമ്മുടെ വീഡിയോയിൽ കൊടുക്കും. ആ നമ്പറിൽ വിളിച്ചാൽ കറക്റ്റ് അറിയാൻ കഴിയാലല്ലേ? എത്ര മുതൽ ഉണ്ടെങ്കിൽ തുടങ്ങുന്നുണ്ട്? ഇവിടെ 25 മുതൽ തന്നെ നമ്മൾ ഓഫർ ഇട്ട്. അതാണ് ഓണത്തിന് 25,000 രൂപ തന്നെ. അതാണ് ആ പൈസക്കാണ് നമ്മള് തന്നെ കൊടുക്കുന്നത്. മാരുതി 30,000 മുതൽ 38,000 മുതൽ 5-6 ഉണ്ടല്ലോ അല്ലേ? 4-5 വണ്ടി വരാനുണ്ട്. ചമ്മല് മാറി വരാനുണ്ട്. ചമ്മല് മാരാണ് വരാനുള്ളത്. 2001 ടച്ചിങ് വൈകീറുള്ള വണ്ടി, AC വണ്ടി, MPFI വണ്ടി അൾട്ട 50,000 രൂപ 55,000 രൂപയ്ക്ക് കൊടുക്കാനല്ലേ? പിന്നെന്താ? ഒക്കെ വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനലിൽ കാണി മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണ്ട. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെട്ട അടിപൊളി ഫോർഡിന്റെ ഫിഗോണ്. സ്വർണ്ണ കളറാണ്. നല്ല അടിപൊളി വണ്ടി അല്ലേ? കിളിക്കാച്ചി വണ്ടി. അപ്പൊ നമ്മളെ കൂടുതൽ സുനീർ കണ്ട വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എങ്ങനെ ഡീറ്റെയിലുണ്ട്? ഇത് 2016-17 16 മോഡൽ 17 രജിസ്ട്രേഷൻ. പുതിയ മോഡലാട്ടോ. ന്യൂ ഷേപ്പ് ആണ്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഫ്രണ്ട് ലൈൻ. ഓക്കെ, അത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. മറ്റേ സെക്കൻഡ് ഓണർ വണ്ടി. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ 80-85% ടയർ ഉണ്ട്. വണ്ടി എടുക്കുന്നവർക്ക് ടയർ ഭാഗം കാര്യങ്ങളൊന്നും തിരിഞ്ഞു നോക്കണ്ട. എത്ര ഓടിക്കണ്ടാല്? ഇത് 1 ജില്ലാനം 113 118 ആ ലെവലാണ് ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഒരു പരിപാടിയില്ല. പറഞ്ഞു കൊടുക്കാം. നമുക്ക് ഓൺ ഓഫറിൽ 3,15,000 രൂപ കൊടുക്കാം. 16 മോഡൽ 17 രജിസ്ട്രേഷൻ വണ്ടി 3,15,000. മൈലേജിന്റെ ഉണ്ടാണ്. മൈലേജിന്റെ ഉണ്ടായിരുന്നു കണക്കൂട്ടോ. അതാണ് നല്ല മൈലേജ്. നല്ല മൈലേജ് കൊണ്ടുള്ള ഏകദേശം കുറ്റപ്പ ലോണ് നമുക്ക് കയറ്റി കൊടുക്കാം. മാക്സിമം 3,15,000 ഫുൾ ലോൺ നമ്മൾ കയറ്റി കൊടുക്കും. ഇല്ലാത്തവർക്കാണെങ്കിൽ 10-40 30 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കും ചെയ്യാം. അത്ര റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് ഒന്നുമില്ല. ആൾക്കാർ ഈ വണ്ടി ചോദിച്ചെടുക്കാണ് ഇപ്പൊ പുതിയ മോഡൽ. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും എല്ലാം വരാത്തോണ്ടേ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. എന്തായാലും യാതൊരു അംശമില്ല. അടുത്ത വണ്ടി നല്ല അടിപൊളി മൈലേജിന്റെ ഇത് 2015 മോഡൽ ഹോണ്ട അമേസ് ആണ്. 15 മോഡൽ ഹോണ്ട അമേസ്. ഓണർഷിപ്പ് സെക്കൻഡ്. പിന്നെ ഓപ്ഷൻ S. അതിൽ ഫുൾ ഓപ്ഷൻ
അല്ല അതിന് നേരെ താഴെ ഫുള്ളിന് നേരത്തെ ഓപ്ഷൻ ഓടിക്കണ്ട എത്ര ഓടിക്കണത് 1,19,000 സെക്കൻഡ് ഓണർ വണ്ടി, നല്ല ക്ലീൻ പീസ് വണ്ടി, ക്ലീൻ പീസ് കിളിക്കുഞ്ഞു വണ്ടി, ക്ലീൻ പീസ് വണ്ടി. വണ്ടിയൊക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചെടുക്കുന്ന വണ്ടികളാണ്. നല്ല മൈലേജാണ് വണ്ടി. മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വളരെ റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക. അത് ഇതിന്റെ മുന്നേ നമ്മൾ 4 ചോദിച്ചു, ഇപ്പൊ 4,35,000 ചോദിക്കണം. ഓൺ ഓഫറിൽ ഒരു 15 രൂപ ഡിസ്കൗണ്ട്, അതിലെന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും ചെയ്യാം. ഇതിനു മുമ്പ് 4 ലക്ഷം കുറച്ച് 4,35,000 ആക്കി അതിൽ ഞാൻ നെഗോഷ്യബിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കും. അത് വേറെ കൊടുക്കാം. മാക്സിമം കുറച്ച് കൊടുക്കാം. ലോൺ ഏകദേശം ട്രാക്കുള്ള ആൾക്കാർക്കാണെങ്കിൽ 4 രൂപ വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാം കീപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ 50 നമുക്ക് ചെയ്ത് കൊടുക്കാം. നല്ല വണ്ടി, ഹൈ ക്വാളിറ്റി ഉണ്ട്. അതൊരു അംശമില്ല ഡീസലിന് കിട്ടുമല്ലോ. അടുത്ത വണ്ടി ടയോട്ടന്റെ ഒരു ലിവാണ്, നല്ല അടിപൊളി ഹാഷ് ബാക്ക് വണ്ടി. എങ്ങനെ മോളിലുണ്ട്? ഇത് 2015 ഒറിജിനൽ കേരള വണ്ടി. 15 വർഷം കേരള വണ്ടിയാണ്. കേരള വണ്ടിയാണ്. അപ്പൊ GDSP എയർ ബാഗ് 2 എയർ ബാഗ്, 4 ടയർ പുതിയത്, കരിമ്പത്തൻ ടയർ ഇൻഷുറൻസ് പുതിയത്. ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ? ഫസ്റ്റ് ക്ലാസ് 3 ലക്ഷം രൂപ ഐഡിയുള്ള ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ ബാറ്ററി പുതിയ ബാറ്ററി, അതും നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. എത്ര ഓടിയാണ് നമ്മള് ഓട്ടം 1.25 ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഇപ്പൊ പാർട്ടി അർജന്റോട് സെക്കൻഡ് ഓണർക്ക് മാറി. ഇത് നമ്മൾ ചോദിക്കണ വില 5,40,000 എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് കൊണ്ടുപോകണവർക്ക് ഒന്നും നോക്കാണ്ടാവില്ല. എണ്ണടിച്ചാൽ മാത്രം മതി. കൊണ്ടുപോയിക്കോളൂ, യാതൊരു സംശയമില്ല. ഡീസൽ മൈലേജ് കിട്ടും. മൈലേജ് 20 സംശയം എന്തായാലും കംപ്ലൈന്റ് വരാത്ത കൺഫേം ആണ്. അതെ, വണ്ടി ഓട്ടിയ വണ്ടി എടുക്കാതെ പാർട്ടിയാണ് പോകില്ല. 2 എയർ ബാഗ് ആണല്ലേ, തലങ്ങും വിലങ്ങും. അടുത്ത വണ്ടി നല്ല അടിപൊളി കോഫി കളറ് മാരുതിന്റെ റെഡ്സ് ആണല്ലേ. റെഡ്സ് 2009 VXI 9 മോഡൽ 9 ലാസ്റ്റ് ആണ്. രണ്ടാമത്തെ പാർട്ടി വണ്ടി പറഞ്ഞത്, രണ്ടാമത്തെ 3ാമത്തെ ഓണർ ആയിട്ടുള്ളൂ. പിന്നെ റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ 70-75 ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ഓടിക്കണ ഇത് 1 ചില്ലാനം. ഇത് നമ്മൾ ചോദിക്കണ വില 1,92,000 റുപ്യാണ്. 192. അതിൽ ചെറിയ നെഗോഷ്യബിൾ ഉണ്ടാവുള്ളൂ. പുതിയ പേപ്പർ 5 അല്ല പേപ്പർ എല്ലാം ക്ലിയർ ആണ്. എല്ലാം നമ്മൾ എടുത്തു കൊടുക്കും. ഇതുവരെ തെറ്റിയിട്ട് 2009 ലാസ്റ്റ് ആണ്. പുതിയ പേപ്പർ ഈ പാർട്ടി ആരാ വരുന്ന പോലെ പേർക്ക് നമ്മൾ പേർക്ക് മാറിയാണ് കൊടുക്കും. ലോണൊക്കെ 1.25 വരും. മാക്സിമം ലോൺ വരും. ഒരു 10-50 വണ്ടി ഇറക്കാം. പെട്രോൾ അത്ര മൈലേജ് കിട്ടും. പെട്രോൾ ആകുമ്പോൾ ഒരു 15 ലെവലിൽ മൈലേജ് കിട്ടും. അത് 15ന്റെ ഉള്ളിലായിട്ട് ഉഷാറായിട്ട് കംപ്ലൈന്റ് ഒന്നുമില്ലാത്ത നല്ല വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി. അടുത്ത വണ്ടി വാഗണർ ചെറിയ പടക്കില്. എങ്ങനെ മോഡലുണ്ട്? ഇതൊക്കെ 2016 VXI 16 മോഡൽ VXI ആണ്. 3.25 വണ്ടി നമുക്ക് 3,40,000 റുപ്യ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് തട്ടുമുട്ടൊന്നും നമുക്ക് അങ്ങനെ കിട്ടും. ഓൺ ഓഫർ അല്ലേ? എല്ലാം സെക്കൻഡ് ഓണർ വണ്ടി കുറഞ്ഞ ഒരു 60-70 ഒക്കെ ഓടിയ വണ്ടിയാണ്. അത്ര ഓടിയിട്ടുള്ളൂ. നല്ല ഹൈക്കോർട്ട് വണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ചെക്ക് ചെയ്തോട്ടെ. ചെക്ക് ചെയ്തോട്ട് ഉറപ്പെടുത്തിയിട്ടാണ്. സീറ്റുകാർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. എല്ലാം റെഡി അല്ലേ? എല്ലാം റെഡി. കിലോമീറ്റർ ഒന്നിനുള്ളില് 70,000. സെക്കൻഡ് ഓണർഷിപ്പ്. ടയർ കാര്യങ്ങളൊക്കെ ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആവറേജ് ടയറിന് ബാക്കിൽ അത്യാവശ്യം ഉണ്ടല്ലേ. എത്ര 3.45 ഓൺ ഓഫർ തന്നെ കുറച്ച് കൊടുക്കാം. അത് വേണേ ചെറിയൊരു മാറ്റം എത്തി കൊടുക്കാം. ലോൺ നമുക്ക് 3 ഉറുപ്പിക എടുക്കാം. 40,000 മുടക്കിൽ അടിപൊളി 16 മോഡല് വാഗണർ കൊണ്ടാക്കാം. ഫുൾ ക്വാളിറ്റി വണ്ടി, യാതൊരു അംശമില്ല. 15 മൈലേജ് കിട്ടോ? 15 സീരിയസ് എഞ്ചിനാ. 15 മോഡലല്ല, പുതിയ മോഡലാണ്. മൈലേജ് ഉണ്ടല്ലോ. നല്ല മൈലേജ്. അടുത്ത വണ്ടി നല്ല അടിപൊളി നിസാന്റെ മൈക്രാണ്, ഒരു മിനി ഹാഷ് ബാക്ക് വണ്ടി. എങ്ങനെ മോഡലുണ്ട്? ഇത് 2011 ഫുൾ ഓപ്ഷൻ വണ്ടി, ബട്ടർ സ്റ്റാർട്ട് വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി, ബട്ടർ സ്റ്റാർട്ടിന്റെ 1 ജില്ലാ കിലോമീറ്റർ കറക്റ്റ് ഓട്ടം കാര്യങ്ങളും കമ്പനി നല്ല തികഞ്ഞ വണ്ടി. ഓട്ടിയ പാർട്ടി വണ്ടി റിട്ടല്ല. അങ്ങനത്തെ അത് നമുക്ക് 2,10,000 റുപ്യ ചോദിക്കുന്നത്. ഓൺ ഓഫറിൽ എന്തെങ്കിലും ചെറുതായിട്ട് അത് വേണമെങ്കിൽ ചിലപ്പോ അവന് കുറക്കും. ഈ ഓഫർ ആയതുകൊണ്ട് ഓണത്തിന് ഒരു 1.25-1.5 വരെ ലോൺ ഓണിക്കണ 1.30-1.40. ഓണർഷിപ്പ് ഞാൻ നോക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ നോക്കാം. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടില്ലേ? ഫുൾ കട്ട ടയർ. നോക്കണ്ട വണ്ടി എടുക്കണ
40 പോയാൽ മതി. അതെ 2.15 കുറച്ച് തരും. മാക്സിമം ലോൺ ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ കയറൂല, കാരണം മോഡൽ കമ്മിയ വണ്ടി ആയതുകൊണ്ട്. എന്തായാലും 10 മുടക്കില്ല, 15 രൂപ മുടക്കില്ല നമുക്ക് ഇറക്കി കൊടുക്കാം. ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കും ചെയ്യാം. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസൽ 20 മേലേക്ക്. ഞാൻ ഒരട്ടം ഇവിടെ മെഡിക്കൽ കോളേജ് കണ്ണടിച്ച് പോയിട്ട് 500 രൂപ കണ്ണടിച്ച് എണ്ണമാക്കിയ ബാക്കിയാണ് ഇഷ്ടം പോലെ പെരും മൈലേജാ. അടുത്ത പണി നല്ല അടിപൊളി നീലക്കിളി കേട്ടോ. തൊട്ട് കഴിഞ്ഞാൽ വച്ചുണ്ടോ അത് തൊടാക്കണം. അപ്പൊ നമ്മളേ ഇത് 2019 സെക്കൻഡ് ഓണർ വണ്ടി. 19 മോഡലാണ്. സെക്കൻഡ് ഓണർ ബ്ലൂ കളറാണ്, പോലീസ് ബ്ലൂ, ഏറ്റവും ടോപ്പ് മാർക്കറ്റിലെ കളർ. ഇത് നമ്മൾ ചോദിക്കണ വില അതുവരെ 6.25 6.90 ചോദിച്ചു. 7 രൂപ വരെ മാർക്കറ്റിലെ വണ്ടിയാണ്. 6,55,000 റുപ്യയില് ചെറുതായിട്ട് എന്തെങ്കിലും നമ്മൾ കമ്മിയായി കൊടുക്കും. എണ്ണക്കായി കുറച്ച് കൊടുക്കും. എത്ര ഓടിക്കണത്? 80,000 ഓടിയുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ് ഇല്ല, റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നല്ല സീറ്റ് കവറൊക്കെ നോക്കിയല്ലേ, ഓട്ടൊക്കെ വിട്ടെടുത്ത ആൾക്കാർ ടയറൊക്കെ നോക്കണ്ട, എല്ലാം ഉഷാറാണ്. ഇത് എത്ര 6.55 2019 വണ്ടി നമ്മൾ കൊടുക്കണ്ടല്ലേ. ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു മാക്സിമം കാര്യം 6 രൂപ വരെ നമുക്ക് ചെയ്ത് നോക്കാം. 50,000 മുടക്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അതേ മാർക്ക് തന്നെ പെട്രോൾ അല്ലേ എന്റെ ഡീസൽ. എത്ര മൈലേജ് ഉണ്ട്? ഡീസൽ എന്തായാലും 18-20 യാതൊരു സംശയമില്ല. അടുത്ത വണ്ടി നല്ല അടിപൊളി ഇന്നോവയുടെ 7 സീറ്റ് ഉണ്ടാവുക. ചെറിയ പൈസക്ക് 3 ലക്ഷത്തിനുള്ളിലാണ് കൊടുക്കുമ്പോൾ. എങ്ങനെ മോഡലുണ്ട്? ഇത് 2006 മോഡൽ. എത്ര പേപ്പർ ഉണ്ട്? 26 വരെ, 26 ലാസ്റ്റ് വരെ അങ്ങനെ നോക്കിയില്ല. സീറ്റ് കവറൊക്കെ നോക്കാം, അമ്മാതിരി സീറ്റ് കവർ. വണ്ടിയുടെ ഉള്ളിങ്ങനെ കണ്ടാലും വണ്ടി പുറത്ത് എടുത്ത് പോകുന്ന അമ്മാതിരി ചൊറുക്കുള്ള വണ്ടി. ഓടിക്കണ എത്ര 1 ജില്ലയിലാണ് ഉണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ്. റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങൾ ഒരു പരിപാടിയില്ല, മേജർ ഒന്നുമില്ല. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. വരുമ്പോ വിളിച്ചപ്പോ നമുക്ക് അപ്പൊ പറഞ്ഞു കൊടുക്കാം. ചോദിക്കുന്നുണ്ട് ഇത് 2.50 നമുക്ക് ഓഫറിൽ കൊടുക്കാം. ഇതുവരെ 2.90 ചോദിച്ചാൽ നോക്കണ്ട. 2,80,000 ഓൺ ഓഫർ ഇനി വേണേ ചെറുതായിട്ട് എന്തെങ്കിലും ചെറിയ കമ്മിയാക്കി കൊടുക്കാൻ പറ്റുമോ അതും നോക്കാം. യാതൊരു സംശയം. ലോൺ വരും. ലോൺ പകുതി എന്തായാലും കൊടുക്കാം. 2.80 പകുതി കയറും. 1.5 രൂപ കയറ്റി കൊടുക്കാം. 1.5 എന്തായാലും ലോൺ കയറൂലേ? ഇത് ഡീസലാകുമ്പോ എന്തായാലും ഒരു 12 കാലം കിട്ടുമല്ലേ? കിട്ടും, 12-13 എന്താ കിട്ടും. ധൈര്യം പറയാം. പിന്നെ നല്ല വണ്ടിയാണ്, ടയോട്ടന്റെ വണ്ടിയല്ലേ, ഒന്നും നോക്കണ്ട. കൊണ്ടുപോകണവർക്ക് അങ്ങനെ 10 ലക്ഷം ഓടിയ വണ്ടി എത്ര ഓടിയാലും ഒരു വായ്പുണ്ടാവില്ല. വെള്ളം പറ്റും മാറ്റണം, അത്രേ ഉള്ളൂ. അതിന് അതിന് പണിയുള്ളൂ. അടുത്ത വണ്ടി നല്ല അടിപൊളി ഗോൾഡൻ കളറ് മാരുതി 800. നമ്മളെ കോള് റഷീഖ് നമ്മളെ വീടിലേക്ക് ഇത് 2001 മോഡലാണ്. എസിലെ വണ്ടിയാണ്. അതെ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ടയറ് കാര്യമൊക്കെ പുതിയ, നല്ല അടിപൊളി സീറ്റ് ഉണ്ട്. ചെറിയ പഠിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു ഒതുങ്ങിയ വണ്ടി. എ സി ഒക്കെ വർക്കിംഗ് 26 ലാസ്റ്റ് വരെ പേപ്പർ റിന്യൂവലും കാര്യമൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. ഓട്ടൊക്കെ നമുക്ക് ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം. 55 സംതിങ് ഒക്കെ കാണുന്നത്. അതെ, ഓണർഷിപ്പ് നോക്കണം, RC നോക്കണം. കുറെ വണ്ടി ഉണ്ടാവേണ്ടവരൊക്കെ മേജർ റീപ്ലേസും കാര്യമൊന്നുമില്ല, തുരുമ്പ് കാര്യമൊന്നുമില്ല. ഫ്ലാറ്റ് കാര്യമൊക്കെ പക്കാണ്. ഒക്കെ നല്ല അടിപൊളി വണ്ടി. ഇത് നമുക്കൊരു 48 റുപ്യ ചോദിക്കണം. എസിലെ വണ്ടി. 30ന്റെ 25ന്റെ മാരുതികളൊക്കെ ഉണ്ട്. വണ്ടി ഏതായിട്ടും മാരുതി ചെറുതും വലുതും ഒക്കെ വേണമെങ്കിൽ വന്നോട്ടെ. ഏത് വേണമെങ്കിലും അവിടെ 10-35 റുപ്യാന്റെ 30 റുപ്യാന്റെ അവിടെ ഉണ്ട്. അതെ, നമ്മള് ഇതിൽ 1-2 ഇട്ടുള്ളൂ. ഏത് വേണമെങ്കിലും എസിലെ വണ്ടി, പേപ്പറിലെ വണ്ടി. അടുത്ത വണ്ടി നല്ല അടിപൊളി ടയോട്ടന്റെ ഇറ്റിയോസിലെ വണ്ടി. ഇത് 2014 മോഡല് നമ്പറായ ഇങ്ങോട്ട് റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടി. 14 നമ്പർ മലപ്പുറം വണ്ടി. ഇത് GD 2 എയർ ബാഗ് കാര്യമൊക്കെ വരുന്ന അതെ. കിലോമീറ്റർ ഇത് 1,02,000-3,000 ഒക്കെ കാണുന്നത്. ഓണർഷിപ്പ് ഇത് എത്ര സെക്കൻഡ് റീപ്ലേസും കാര്യമൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. അടിപൊളി വണ്ടി. എത്ര വണ്ടി ചോദിക്കും? ഇത് നമുക്ക് 3.5 റുപ്യ. 2014 നമ്പറായ റീ വണ്ടി. നല്ല ഫ്ലാറ്റ് മോഡലൊക്കെ ആക്കിയ വണ്ടി. നല്ല ക്വാളിറ്റി ഇല്ല. 3.5 ലക്ഷം രൂപ. 3.5 ലക്ഷം രൂപ. അതെ, എന്തേലും ചെറുതായിട്ട് കുറച്ച് ആൾക്കാർ 3 റുപ്യൊക്കെ ലോണും ചെയ്തു. മാക്സിമം ലോൺ 50,000 മൈലേജ് 10-20 കിലോമീറ്റർ ഗ്യാരണ്ടി കിട്ടും. അതെ. അടുത്ത വണ്ടി നല്ല അടിപൊളി ഉണ്ടായി ഐറ്റം.
മോഡലുണ്ട്? ഉണ്ടായി ആയിട്ട് ഇത് 14 മോഡല് സ്പോർട്സ് വണ്ടി 2014 മോഡൽ സ്പോർട്സ് ഓപ്ഷൻ വരും. സ്പോർട്സ് അത് ബാക്ക് വൈഫർ വരും, 4 ഡോർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ, 1200 കാപ്പ ഇഞ്ചം വരുന്ന നല്ല വണ്ടി, മൈലേജ് ഉള്ള വണ്ടി. മൈലേജ് ഇല്ല വണ്ടി. എത്ര ഓടിയുണ്ട് ഇത് 70 ജില്ലാനും കിലോമീറ്റർ, സെക്കൻഡോ ഫസ്റ്റോ ഓണറാണ്. ഓണർഷിപ്പ് ആണ്. സീറ്റാറ് കാര്യം ടയറ് കാര്യം ഒക്കെ ഫുള്ളാ, റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, ഗ്യാരണ്ടി കൊടുക്കാൻ. അതെ അതെ. എത്ര വണ്ടി ഇത് നമുക്ക് 260 നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലും പോസിബിൾ ആയിട്ട് ഐറ്റം പല 4-5 ഐറ്റം ഉണ്ട്. 1 ഇരുവിന്റെ ഉണ്ട്, 1.5 ഉറുപ്പ്യാന്റെ ഐറ്റം സ്പോർട്സ് ഉണ്ട്. പിന്നെ 14 വേറെ വരാണ്ട്, 13 വരാണ്ട്. ഐറ്റം ഏത് വേണമെങ്കിലും വിളിച്ചോ. ഇത് നമുക്ക് 260. 1 ഇരുവിന്റെ ഉണ്ട്, 1.5 ഉണ്ട്, അല്ല 3, 4, 5. അതെ. ഇത് നമുക്ക് മാക്സിമം ഇതുവരെ 10-30 ഉറുപ്പ്യ, 40 ഉറുപ്പ്യ, 50 ഉറുപ്പ്യാന്റെ ഉള്ളിൽ അങ്ങനെ പെട്രോൾ 17-16 ആ റേഞ്ചിലും നല്ല വണ്ടി, നല്ല ക്വാളിറ്റി ഉണ്ട്. ഐറ്റം വണ്ടികൾ വന്നെടുത്തോണ്ട്. അടുത്ത വണ്ടി നല്ല അടിപൊളി ഷവർലെറ്റിന്റെ സദാ വണ്ടിയാണ്. ആവിയ നല്ല CNG ഉള്ളതാണല്ലേ? CNG പെട്രോൾ രണ്ടും ഉണ്ട്. പെട്രോളിന് സ്റ്റാർട്ട് ആവും, പിന്നെ CNG മാറും. 20 കിലോമീറ്റർ CNG മൈലേജ് വരെ ലിറ്ററിന് ഇട്ടോ. അയാള് പറഞ്ഞാണ്, ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ വണ്ടിയാണ്. ആകെ 60,000 ഓടി കേട്ടോ. ആകെ 60 ജില്ലാനെ കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. എത്ര മോഡൽ? ഇത് 2010 ലാസ്റ്റ് വണ്ടി, ഫസ്റ്റ് ഓണർ. ഇല്ല, ചെറിയ കായ്ക്ക് കൊടുക്കട്ടോ. എല്ലാ സെറ്റപ്പും ഇല്ല വണ്ടി. 1.25 ഉറുപ്പ്യ CNG, 60,000 ഉറുപ്പ്യ കൊടുത്ത് CNG കയറ്റിയ വണ്ടിയാണ്. CNG ലക്ഷറി ലുക്കില് ചെറിയ വണ്ടി, നല്ല മൈലേജിൽ കൊണ്ടിറക്കാം. നല്ല വണ്ടിയാണ്, നല്ല സീറ്റാറ് കാര്യം എല്ലാം ക്വാളിറ്റി ഒക്കെ വർക്കിംഗ് ആട്ടോ. AC ഫാസ്റ്റ് സെൻട്രൽ ലോക്ക് എല്ലാം വർക്കിംഗ് ഇല്ല, നല്ല വൃത്തിയില്ല. ഇതിപ്പോ ഇന്ന് വന്നിട്ടുള്ളൂ. ഒന്നാ പോളിഷ് ചെയ്തിക്കാണ്ട് നാളെ വരുന്നവർക്ക് വണ്ടിയാ കൊടുക്കും. കുട്ടപ്പനാക്കി നാളെ കൊടുക്കും. എത്ര ചോദിക്കുന്നു? ഇത് നമ്മൾ 1.25. ചെറിയ പൈസക്ക് വലിയ വണ്ടി കുറച്ചെന്തേലും കൊടുക്കാം. റെഡി ആയിക്കേ നമുക്ക് ഇത് ചെയ്യാം. അതിന്റെ വില ഉള്ളൂ. 10,50,000 40,000 ഉറുപ്പ്യ CNG ഊരിട്ടാണ്. നല്ല ഉള്ളു കാണാം. CNG ഫുൾ സെറ്റ് വണ്ടി പറഞ്ഞാൽ എടുക്കണവർക്കൊന്നുമില്ല. ഒരു അനക്കാണെങ്കിൽ ആകെ 60,000 ഓടിയ വണ്ടിയാണ്. നല്ല വണ്ടി, തേഞ്ഞ വണ്ടി. അടുത്ത വണ്ടി നല്ല അടിപൊളി ഐറ്റൻ, വീണ്ടും ഫുള്ള് വണ്ടികളല്ലേ? ഒരു 10-60 വണ്ടികൾ. വണ്ടി ഇഷ്ടം പോലെ അല്ലേ? ഈ ആഴ്ചയിലൊക്കെ കണ്ടമാനം വണ്ടി കയറാണ്ട്. ഏത് വണ്ടി വേണേലും വിളിച്ചാൽ. അപ്പൊ ഐറ്റൻ ആയിക്കോട്ടെ. ഇത് ഐറ്റന്. ഇത് ആ ഐറ്റന്റെ നേരെ 2010 കേട്ടോ. ആകെ സെക്കൻഡ് ഓണർ 1.5 1.2 ഒക്കെ ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി വണ്ടി. കാപ്പ ഇഞ്ചം 1.2. ഉണ്ട്. സ്പോർട്സ് തന്നെയാണ്. ബാക്ക് വൈഫർ, കമ്പനി സെറ്റ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്ന നല്ല വൃത്തിയിലുണ്ട്. ഉഷാറുണ്ട്. ഈ ഓടിന് 1.2. റീപ്ലേസും കാര്യമൊന്നുമില്ല. നല്ല വന്ന വണ്ടി ഐറ്റം വണ്ടികൾക്ക് കൊണ്ടുപോകാം. നല്ല വൃത്തിയിലാണ്. ഇത് നമ്മള് വെറും 1.5 ഉറുപ്പ്യ. സ്പോർട്സ് വണ്ടി ലോണ് നമുക്ക് ഏകദേശം 1 ഉറുപ്പ്യാന്റെ നെറുവില് നമുക്ക് ചെയ്തു. മാക്സിമം അതൊക്കെ നമുക്ക് കൊണ്ടോ ഫുൾ ഗ്യാരണ്ടി. ഇനി 1.20 കാപ്പുണ്ട്. 16 17 ആ റേഞ്ചില് എന്നാലും മൈലേജ് കിട്ടുമല്ലോ. നല്ല യാത്ര സുഖമല്ല വണ്ടി. അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് നല്ല അടിപൊളി ഡീസൽ ഓട്ടോമാറ്റിക്. അതെ. ഇത് 2014-15 ആകെ 80,000 ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസും കാര്യം നല്ല വൃത്തിയില്ല വണ്ടി. ഒറിജിനൽ കേരള. 10-20 ഡീസലിന് ഓട്ടോമാറ്റിക്കല് മൈലേജ് കിട്ടുന്ന നല്ല കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി ഓട്ടോമാറ്റിക് ആണ്. ഇത് 81,000 കറക്റ്റ് കമ്പനി സർവീസ്. ചെറിയ കായ് കിട്ടാം. 3.10 ചോദിക്കും. 3,10,000 നമുക്ക് എന്തേലും ഒക്കെ ചെയ്ത് കൊടുക്കാം. നല്ല വണ്ടിയാ. ഫുൾ ഓപ്ഷൻ വണ്ടിയാട്ടോ. ഏറ്റവും ഫുൾ ഓപ്ഷൻ നല്ല അടിപൊളി വണ്ടി. ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടികൾക്ക് കുറഞ്ഞ കായ്ക്ക് സ്റ്റാർട്ട് ആണ്ടായി.
വണ്ടി എല്ലാം ഓൺ ഓഫർ കേട്ടോ, എല്ലാം ഓൺ ഓഫർ ഓൺ ഓഫറിലാണ്. ലോൺ എത്ര കയറുന്ന ഇതിമേ നമുക്ക് ട്രാക്കിൽ കളിക്കാണെങ്കിൽ 2.5 നെറൂല് എങ്ങനെയാലും മാക്സിമം 30,000 മുടക്കും 40,000 വണ്ടി കൊടുക്കാം. സാധാരണ ടൈപ്പ് ഡീസൽ കൊടുക്കാം, ഓട്ടോമാറ്റിക്. അടുത്ത വണ്ടി വീണ്ടും മൈക്ര, നിസാൻ മൈക്ര. ഇത് 2017 മോഡലാണ്. 17 പെട്രോൾ ആണ്, 77,000 ഓട്ടം, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. അതെ അതെ, എക്സൽ AC പവർ സ്റ്റാരിങ്, 2 ഡോർ വിൻഡോ കാര്യമൊക്കെ വരുന്നുണ്ട്, കാര്യം എല്ലാം ഉണ്ട്, ടയറ് കാര്യം, നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി. നമ്മളെ മലപ്പുറം പെരിന്തൽമണ്ണ വണ്ടി 53 3.5 റുപ്യ ചോദിക്കണേ. ഏകദേശം ട്രാക്കിലേക്ക് ഫുൾ ഓണിന്റെ അടുത്ത് ഫുൾ ഓൺ ആണ്. ചെറിയ മുടക്കിലിറക്കാം. അതെ അതെ, ഒരു 10,000 മുടക്കിലൊക്കെ അതിന്റെ ഒരു 90% ആൾക്കാർക്ക് ഫുൾ തന്നെ കൊടുക്കാം. ചെറിയ കുറഞ്ഞ മുടക്കിലുള്ള വണ്ടിയല്ല. പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ആകുമ്പോൾ ഒരു 15-16 ആ റേഞ്ചില് മൈക്രോ മൈലേജ് കിട്ടും. കംപ്ലൈന്റ് വരൂല. കംപ്ലൈന്റ് പറഞ്ഞ സാധനം പെട്രോൾ തീരെ വരൂലല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ധൈര്യമായിട്ട് പറഞ്ഞു. നമുക്ക് മാക്സിമം ലോൺ വണ്ടികൾക്ക് ചെയ്തു റീപ്ലേസും കാര്യമൊന്നുമില്ല, ടയറ് കാര്യം ഒക്കെ ഉണ്ട്. അല്ല 100% നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോയാൽ. അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് ഫോർഡ് ഫിഗോ. ഇത് 2014 മോഡൽ വണ്ടി, 14 മോഡൽ 14 മോഡൽ ഫോർഡ് ഫിഗോ ആണ്. 13 14 റൈസറാ തോന്നുന്നു. ടൈറ്റാനിയ അല്ല, AC പവർ സ്റ്റാരിങ്, 2 ഡോർ വിൻഡോ. എത്ര ഓടിക്കണത്? ഇത് ഓട്ടം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇത് 1 ലക്ഷം ഓടിക്കണം. 1 ലക്ഷം ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ, സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസും കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ചെറിയ കായ്ക്ക് 1.5 റുപ്യക്ക് ഡീസൽ വണ്ടി 1 ലക്ഷം ഓടിയ സിംഗിൾ ഓണർ വണ്ടി കൊടുക്കാം. അതെ, 1.5 ലക്ഷം റുപ്യ അടിപൊളി ഫോർഡ് ഫിഗോ. 2000 മോഡൽ കൂടിയ വണ്ടി. അതെ അതെ, ലോൺ നമുക്ക് മാക്സിമം 1 റുപ്യ റേഞ്ചിൽ കൊടുക്കാം. എത്ര മൈലേജ് കിട്ടും? മൈലേജ് 20 ഗ്യാരണ്ടി ഡീസൽ വണ്ടി ആവാണ്ട് ഗ്യാരണ്ടി. അടുത്ത വണ്ടി ഷെവർലെറ്റിന്റെ ബീറ്റ്. ഇത് 2010 മോഡൽ കേട്ടോ. 10 മോഡൽ അലവില് കാര്യമൊക്കെ ചെയ്ത നല്ല ബ്ലാക്ക് കളറ്, ബ്ലാക്ക് എഡീഷൻ വണ്ടി. ബ്ലാക്ക്. ഇത് പിന്നെ പെട്രോൾ ആട്ടോ, പെട്രോൾ വണ്ടി. കംപ്ലൈന്റ് വരൂല. ഫുള്ള് LT ആണ്. അതിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ബാക്ക് വൈപ്പർ കാര്യമൊക്കെ കിലോമീറ്റർ 70 ജില്ലാന കിലോമീറ്റർ അധികം കാണുന്നത്. ഓണർഷിപ്പ് എത്രയാണ്? എന്താ സെക്കൻഡോ തോന്നുന്നു. കോപ്പി ഇതിൽ തന്നെ ഉണ്ട്, നമുക്ക് അലവില് കാര്യമൊന്നുമില്ല. റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്, മേജർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. പവറിന്റെ പവർ സ്റ്റാരിങ് ഒക്കെ. AC-ക്ക് ചെറിയൊരു നമുക്ക് അതിന് വില കൊടുക്കാം. 2 റുപ്യക്ക് പെട്രോൾ വണ്ടി ഇത് കൊടുക്കാം. 1 ലക്ഷം വണ്ടി അതെ, ഫുൾ ഓപ്ഷൻ വണ്ടി. ലോണ് പകുതിയൊക്കെ വേണമെങ്കിൽ സെറ്റിൽ. ഒന്നിനെ 50,000 ലോൺ പെട്രോൾ വണ്ടി. പെട്രോള് 15-16 മൈലേജ് കിട്ടും. പെട്രോള് കിട്ടും. അടുത്ത വണ്ടി ടയോട്ടന്റെ ലീവ് ആണല്ലേ? ടയോട്ടന്റെ ലീവ്. ഇത് നമുക്ക് ഒറിജിനൽ കേരള 12 കേട്ടോ. 12 മോഡൽ ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി ഇഷ്ടംപോലെ കുറഞ്ഞ മോഡൽ ആൾക്കാർ ചോദിക്കണം. അതെ, അങ്ങനത്തെ മറ്റേ വണ്ടി കേൽപ്പത്തിൽ മലപ്പുറം വണ്ടി. അതെ അതെ, ഒറിജിനൽ മലപ്പുറം വണ്ടി. എത്ര ഓടിക്കണത്? ഇത് 170 അങ്ങനെ എന്തോ. സെക്കൻഡ് ഓണർ അല്ലടാ? സെക്കൻഡ് ഓണറോ. റീപ്ലേസും കാര്യമൊന്നുമില്ല. മലപ്പുറം വണ്ടി. നമുക്ക് 3.5 റുപ്യ ചോദിക്കണം കേട്ടോ. 3 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. എന്തേലൊക്കെ ചെറിയ വ്യത്യാസപ്പെടുത്തി. സീറ്റാറ് കാര്യം, ടയറ് കാര്യം ഒക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഒറിജിനൽ കേരള വണ്ടി. 3.5 കുറച്ച് കൊടുക്കും. ലോൺ എത്ര കയറും? ഇത് ലോണ് നമുക്ക് ഓരോ പ്രൊഫൈലിനനുസരിച്ചാണ്. 2.5 എങ്ങനെയാലും ഗ്യാരണ്ടിയാണ്. 2.5 അതെ അതെ, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. വേറെ പണിയും കാര്യമൊന്നുമില്ല. എത്ര മൈലേജ് കിട്ടും? മൈലേജ് 20. മൈലേജ് കിട്ടും. പിന്നെ ഒന്നും നോക്കും വേണ്ട, 5 ലക്ഷം വരെ ഗ്യാരണ്ടി ഇല്ലല്ലേ. വെള്ളം മാറ്റി പോയി കഴിഞ്ഞാൽ മാക്സിമം ഓടാം. അതെ. അടുത്ത വണ്ടി നല്ല അടിപൊളി ഓട്ടോമാറ്റിക് സെലറിയല്ലേ? ഇത് ഓട്ടോമാറ്റിക് 2018-19 റേസറിലെ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. റീപ്ലേസും കാര്യമൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസും കാര്യമൊക്കെ എല്ലാം കൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. എത്ര ഓടിക്കണം? ഇത് 1,10,000 1.12 കറക്റ്റ് ഓട്ടോ ഹിസ്റ്ററി സർവീസ് ഹിസ്റ്ററിയും റീപ്ലേസ് ഒന്നുമില്ല. ഇത് നമുക്ക് 3.55 ഒക്കെ ചോദിക്കണേ. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. മാക്സിമം വണ്ടികൾക്ക് ലോൺ കൊടുക്കാം. 4 കേട്ടോ, 3 അല്ല 4.
4,55,000 4,55,000 എന്തായാലും കുറച്ച് തരും. നാളെ ഒരു വീഡിയോയിൽ വെച്ചാലുണ്ട്. 4,55,000 കുറച്ച് തരും. മാക്സിമം ലോണില്ലേ? മാക്സിമം ലോൺ ഫുൾ ലോൺ ഇല്ലെങ്കിൽ ഒരു 50 റേഞ്ചിൽ മുടക്കിയാല് നമുക്ക് ഓട്ടോമാറ്റിക് മോഡൽ കൂടിയ സാലറി ഉണ്ടാവും. കുറഞ്ഞ സാലറി ഓട്ടോമാറ്റിക് ഉണ്ട്, കിഡുകൾ ഉണ്ട് ഓട്ടോമാറ്റിക്, കേട്ടൻ ഓട്ടോമാറ്റിക് ഉണ്ട്. ഓട്ടോമാറ്റിക് ഏത് വേണേലും ചെറിയ വണ്ടികള് ഓട്ടോമാറ്റിക് കുറെ വണ്ടികളുണ്ട്. 1-2 ഇപ്പൊ ഈ വീഡിയോയിലുണ്ടാവും. പിന്നെ ബാക്കിയൊക്കെ സെക്കൻഡ് പാർട്ടിയിലായിട്ട് ഇത് നമുക്കൊരു ഓട്ടോമാറ്റിക് ഏകദേശം ഒരു 15-16 ആ റേഞ്ചിൽ ഓട്ടോമാറ്റിക്കില് മൈലേജ് കിട്ടും. അടുത്ത വണ്ടി റെനോൾട്ടിന്റെ കിഡ് ആണല്ലോ. കിഡ് അതായത് ഇത് ഓട്ടോമാറ്റിക് ആട്ടോ. അതെ അതെ കിഡ് ഓട്ടോമാറ്റിക്. ഇത് നോബ വരാം. ഭയങ്കര സുഖേക ഗിയർ മാറ്റണ്ട, സെറ്റ് സൗണ്ട്. അതെ അതെ ഓക്കെ. ഇത് 2017 മോഡൽ വണ്ടിയാണ്. പിന്നെ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. കിലോമീറ്റർ 61,000 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതെ റീപ്ലേസും കാര്യമൊന്നുമില്ല. ഇനി ഓട്ടോമാറ്റിക് തന്നെ 30,000 ഓടിയ റെഡ് കളർ ആണെങ്കിൽ ആ യാർഡിലുണ്ട് ഓപ്പോസിറ്റ്. അതെ അടുത്ത വീഡിയോയിൽ ഇടാം, കൊടുക്കാം. സെക്കൻഡ് പാർട്ടിയിൽ നല്ല വണ്ടിയാണ് ഇത്. നമുക്ക് രണ്ട് കിഡ് ഒരു 3.5 റേഞ്ചിൽ കൊടുക്കാം. 3 ലക്ഷം രൂപ 30,000 ഓടിയ സെക്കൻഡ് ഓണർ ആണ് അത്. റെഡ് റീപ്ലേസും കാര്യം. ഇത് സിംഗിൾ ഓണർ ആണ് 61,000 ഓടിയ വൈറ്റ് കളർ. 2-3.5 കൊടുക്കാം. ലോൺ നമുക്ക് ഇതിമൊക്കെ ഒരു 3 റുപ്യ എങ്ങനെയായാലും കൊടുക്കാം. 18 റേഞ്ചില് ഓട്ടോമാറ്റിക്കലും മൈലേജും ഉണ്ടാവും. 18 കിലോമീറ്റർ മൈലേജ്. അടുത്ത വണ്ടി ഫുൾ അടിപൊളി ഡീസൽ സ്വിഫ്റ്റ് കൊടുക്കാം. ഇത് 2018 ഡീസൽ വണ്ടിയാണ് സ്വിഫ്റ്റ്. 18 ഡീസലാണ്. അതെ നല്ല വണ്ടിയാണ്. വൃത്തിയും കാര്യമൊക്കെ അല്ല, നല്ല ക്വാളിറ്റി, റീപ്ലേസും കാര്യമൊന്നും ഇല്ലാത്ത കമ്പനി സർവീസും കാര്യമൊക്കെ ഹിസ്റ്ററിലെ വണ്ടി. ഇത് 2 ഡോർ വിൻഡോ കാര്യമൊക്കെ വരുന്ന, എസിയും പവർ സ്റ്റാരിംഗ് ഒക്കെ വരുന്ന സീറ്റാറ് കാര്യം, 4 കരിമ്പുത്തൻ ടയർ, ഫുൾ ഓണിലുള്ള വണ്ടി കേട്ടോ. ഡീസൽ റീപ്ലേസ് ഒന്നുമില്ല. നമുക്കൊരു 5.35 വെക്കണേ. 5.35 പുതിയ മോഡൽ വണ്ടി. 18-19 റേസറില്ല നല്ല സ്വിഫ്റ്റ് കൊടുക്കണം. അതും ഫുൾ ഓൺ നമ്മളെ കേരള 65 നമ്മളെ തിരൂരങ്ങാടി നല്ല ഉഷാർ വണ്ടി. നല്ല വണ്ടി. ഗ്യാരണ്ടി കമ്പനി ഷോറൂം ഉണ്ട് ഇവിടെ, അവിടെ വരെ കൊണ്ടുപോയി ചെക്ക് ചെയ്തെടുത്താൽ എത്ര മൈലേജ്? മൈലേജ് 20 ഗ്യാരണ്ടിയിലെ ഡീസലിനും മൈലേജ് കിട്ടും. ഗൾഫാർക്കൊക്കെ നല്ല ഫുൾ ഓണിൽ കൊടുക്കട്ടെ. ആണെങ്കിലും കൊടുക്കാം. ആൾക്കാർ വന്നാൽ മതി. ഏതാ വണ്ടി വെച്ച്. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ സിൽവർ കളർ. ഇത് 2014 സെക്കൻഡ് ഓണർ, 1,08,000 കിലോമീറ്റർ ഡിസയർ വണ്ടി. റീപ്ലേസും കാര്യമൊന്നുമില്ല. നമുക്ക് മാക്സിമം വെയിലാകൊണ്ട് വേഗം പറഞ്ഞു പോകാണ്. മാക്സിമം കുറച്ച് കൊടുക്കാം. 4 റുപ്യാന്റെ കീപ്പട്ട് 390 നമുക്ക് വണ്ടി കൊടുക്കാം. 14 മോഡൽ VDI കൊടുക്കാം. ലോണ് മാക്സിമം ഒരു 10-50 റുപ്യാന്റെ ഉള്ളിലുണ്ട് നമുക്ക് ലോൺ ചെയ്ത്. ഡീസല് നല്ല മൈലേജ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ല, സെക്കൻഡ് ഓണർഷിപ്പ് കാര്യമൊക്കെ ഉഷാറാ. അടുത്ത വണ്ടി I10 അടിപൊളി I10 ഇത് നീല കളർ, നല്ല ചൊറുക്കില കളർ. ഇത് 2008-28 വരെ പേപ്പറും കാര്യമൊക്കെ അല്ല I10. കുറഞ്ഞ മോഡല് I10. കുറഞ്ഞ കായ് കൊടുക്കാം. 1.20 നമുക്ക് I10 28 വരെ പേപ്പറിലെ എസിയും പവർ സ്റ്റാരിയും പവറിന്റെ ഒക്കെ എല്ലാം I10 കൊടുക്കാം. അതെ എത്ര ഓടിക്കണ്ടെന്ന് ഓട്ടം കറക്റ്റ് വേണമെങ്കിൽ നോക്കാം. വല്ലാതെ ഒന്നിന്റെ താഴത്തേക്ക് തന്നെ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് നല്ല പക്ക വണ്ടി. സീറ്റാറ് കാര്യം, ടയറ് കാര്യം എല്ലാം ഉണ്ട്. എല്ലാം ഫുള്ള ഓടിക്കാനും കാര്യം ഒക്കെ പക്ക വണ്ടി. സർവീസും ക്ലിയർ ആണ്. 1,20,000 I10 5 കൊല്ലം പേപ്പറിൽ വണ്ടി കൊടുക്കാം. ലോണ് നമുക്ക് മാക്സിമം ഒരു പകുതിയൊക്കെ ചെയ്തും കൊടുക്കാം. പിന്നെ 15-16 ആ റേഞ്ചിലായിട്ട് മൈലേജ്. അടുത്ത വണ്ടി ഇയോണ്. ചെറിയ കായ്ക്ക് ഇയോണ് പറഞ്ഞാല് ഫുൾ ഓണില് ചെറിയ കായ്. ഫുൾ ഓണിന് ഇയോണ് ചെറിയ കായ് കൊടുക്കും. ഇത് 2012 മോഡൽ വണ്ടി. മാഗ്നല ഇറ പ്ലസ് എസിയും 2 ഡോർ വിൻഡോ വണ്ടിയാണ്. സീറ്റാറ് കാര്യമൊക്കെ നല്ല പുതിയ സീറ്റാറ് എഴുതിക്കണേ. നല്ല ബോഡി വൃത്തിയില്ല വണ്ടി. എടുക്കാതെ പോകില്ല. നല്ല വൃത്തിയില്ല വണ്ടി. ഒന്നിന്റെ താഴത്തേക്ക് ഓടിയിട്ടുള്ളൂ. നമുക്ക് 1.55 ചോദിക്കണേ. 2012 ലാസ്റ്റ് വണ്ടി. അതെ 1,50,000 കുറച്ച് എന്തേലും കൊടുക്കാം. മാക്സിമം ഫുൾ ഓണും കൊടുക്കാം. ഫുൾ ഓൺ ഇയോണർ അതാണ് പറഞ്ഞത്.
പെട്രോൾ എത്ര മൈലേജ്? പെട്രോൾ 20 കിലോമീറ്റർ മൈലേജ് ഇയോണും ആൾട്ടോണൊക്കെ കിട്ടും. ഇത് മറ്റേ എൽസിന് മറ്റേ വലിയ സെറ്റ് കാര്യം നല്ല അടിപൊളി സീറ്റാറ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ മിറർ അഡീഷണല് സ്പീക്കർ ഡാഷ്ബോർഡ് നെറൂല് തട്ട് എല്ലാം എക്സ്ട്രാ ഫിറ്റിംഗ് കുറെ ഉണ്ട്. എല്ലാം ഉണ്ട്. എന്തായാലും മുതലാവും. 1,55,000 റുപ്യക്ക് 1,55,000 ലോണിൽ കൊടുക്കാം. ഫുൾ ലോൺ 18-20 റേഞ്ചിൽ ഇയോണ് മൈലേജ് ഉണ്ട്. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ കേട്ടോ. ഒന്നിന്റെ താഴത്ത് ഓടിയിട്ടുള്ളൂ. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. നല്ല പക്ക ഗ്യാരണ്ടി ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഇറക്കാം. ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നോക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി കാണാം.